തിരുവോണം പായസത്തിന്റെ മധുരവും പൂവിളികളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി വിരുന്നെത്തി. നാലോണനാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളി കൂടുതൽ കളറാകുമെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. 9 ടീമുകൾ പങ്കെടുക്കുന്ന പുലിക്കളിയുടെ ചമയ പ്രദർശനത്തിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക്. ക്ഷേത്രത്തിലെത്തുന്ന 10,000-ഓളം ഭക്തർക്ക് ദിവസം വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകും. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേസ് പിൻവലിക്കാൻ പോലീസ് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവുമായി ഇന്ന് നബിദിനം. നബിദിനത്തോടനുബന്ധിച്ച് വിവിധ മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഘോഷയാത്രകൾ നടക്കും. വോട്ടർ പട്ടിക ക്രമക്കേട് ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചുകളി നടത്തുന്നതായി CPI. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട TCV പ്രേക്ഷകർക്കും പൊന്നിൻ തിരുവോണത്തിന്റെയും നബിദിനത്തിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. ഇന്ന് തിരുവോണം. നാടാകെ ആഘോഷങ്ങളുടെ ആരവത്തിമിർപ്പിൽ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദുവിന്റെ ഓണാഘോഷം സാധാരണയെന്ന പോലെ ഇക്കുറിയും കുടുംബത്തോടൊപ്പമാണ്. ഓർമ്മയിലെ ഓണവും ഒപ്പം മാറിയ ഓണാഘോഷത്തെക്കുറിച്ചും TCVയോട് സംസാരിക്കുകയാണ് മന്ത്രി ബിന്ദു. ഓർമ്മയിലെ ഓണം എല്ലാവർക്കും എന്ന പോലെ എനിക്കും കുട്ടിക്കാലത്തെ ഓണം തന്നെയാണ്. ഞാനൊരു കൂട്ടുകുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ബാല്യകാലത്ത് ജീവിതം കൊണ്ടുപോയിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ വളരെ സ്നേഹവാത്സല്യങ്ങളുടെ ഒരു അന്തരീക്ഷമാണ് വീട്ടിലുള്ളത്. ഞങ്ങൾ കുട്ടികളുടേതായ ഒരു സംഘം ഒരുപാട് ദൂരം നടന്നുപോയി പൂവട്ടിയിൽ പൂവൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് പൂക്കളിടുക, അതൊക്കെ വളരെ സന്തോഷകരമായ ഓർമ്മകളാണ്. സൗഹൃദത്തിൻ്റെയും വളരെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെയും ഒക്കെ ഓർമ്മകളാണ് അത് കൊണ്ടുവരുന്നത്. പിന്നെ കുട്ടിക്കാലത്ത് നമുക്ക് സങ്കടങ്ങളെക്കുറിച്ചൊന്നും വലിയ ചിന്തകളില്ലല്ലോ, ഉത്തരവാദിത്വം ഇല്ലാത്ത കാലമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെയധികം ആഹ്ലാദത്തോടെയാണ് ഓണക്കാലത്തേക്ക് സ്വീകരിക്കുക. അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാം വീട്ടിനകത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ്. പൂക്കളാണെങ്കിൽ നമ്മൾ പറിച്ചു കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ ഒരു വൈവിധ്യമുണ്ട്. നാട്ടുപൂക്കളുണ്ടല്ലോ, ഈ തുമ്പപ്പൂവ്, മുക്കുറ്റിപ്പൂവൊക്കെ ഒരു കുമ്പിളിൽ കളക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും, ശ്രമകരമാണത്. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ അവർക്ക് കടയിൽ നിന്ന് അച്ഛനോ അമ്മയോ പൂവൊക്കെ വാങ്ങി കൊടുക്കും, എന്നിട്ട് പോലും അവരത് ഇടാൻ താല്പര്യരല്ല. അതുപോലെ എല്ലാം റെഡിമെയ്ഡാണല്ലോ, സദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റെഡിമെയ്ഡാണ്. 2 വശമുണ്ട്. ഒരു കണക്കിന് എല്ലാവരും ജോലി തിരക്കൊക്കെ ഉള്ളപ്പോൾ ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കി ബുദ്ധിമുട്ടണ്ട എന്നുള്ള നിലപാടാണ്. പക്ഷേ മുൻകാലങ്ങളിൽ എല്ലാവരും ചേർന്ന് സദ്യ ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ വളരെ ആഹ്ലാദകരമായ അനുഭവങ്ങളാണ്. അപ്പോൾ മാറി ഓണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എല്ലാ കാലത്തെയും പോലെ ഓണം വീട്ടിൽ തന്നെയാണ്. വളരെ അപൂർവമാണ് അങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്ന സന്ദർഭം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഓണത്തിന് എല്ലാ വർഷവും എല്ലാവരും ഒരുമിച്ചുണ്ടാവാറുണ്ട്. ഒരു മാതൃകാ സമൂഹത്തെക്കുറിച്ചുള്ള വളരെ മധുരമായിട്ടുള്ള ഓർമ്മകളാണ് എക്കാലത്തും ഓണം മലയാളിക്ക് സമ്മാനിക്കുന്നത്. വളരെ നന്മ നിറഞ്ഞ, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്ന സമത്വപൂർണമായൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് മാവേലിയുടെ ഐതിഹ്യം മലയാളിക്ക് എല്ലാ വർഷവും സമ്മാനിക്കുന്നത്. ആ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് അത്തരം ഒരു മാതൃകാ സമൂഹം ഇനിയും സൃഷ്ടിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാമൂഹ്യനീതിയും സമഭാവനയും ഒക്കെ നിറഞ്ഞ ഒരു കാഴ്ചപ്പാട് മലയാളിക്ക് ഉയർത്തിപ്പിടിക്കാനും സാധിക്കുന്നത്. ഓണത്തിൻ്റെ ഐതിഹ്യം അതിന് വളരെ പ്രചോദനം നൽകിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ നിലയിൽ സമത്വപൂർണമായൊരു സമൂഹം ഉണ്ടാകട്ടെ എന്നുള്ള ശുഭപ്രതീക്ഷ ഈ സന്ദർഭത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും ഓണത്തിൻ്റെ ദിവസം കൊച്ചു കൊച്ചു ആഹ്ലാദങ്ങളിലൂടെ പോകാൻ കഴിയട്ടെ. സന്തോഷപൂർണമായിട്ടുള്ള ഒരു ഓണ ദിവസം ആശംസിക്കുന്നു. കടവല്ലൂർ SJ മ്യൂസിക്കിന്റെ ഏറ്റവും പുതിയ ഓണപ്പാട്ട് റിലീസ് ചെയ്തു. ആദ്യമായി ഓണം ഉണ്ണും മുത്തേ എന്ന് തുടങ്ങുന്ന ആൽബം പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ സമൂഹമാധ്യമത്തിലൂടെ റിലീസ് ചെയ്തു. ഹരിനാരായണന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ആൽബത്തിന്റെ ഗാനരചയിതാവ് ജയൻ പാതാക്കര, സംഗീത സംവിധായകൻ സുരേഷ് പ്രിയദർശിനി, ഗായിക ബിന്ദു വിജയൻ, ഇടയ്ക്ക കലാകാരൻ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു.
സുരേഷും ബിന്ദുവും ചേർന്നാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. ആദ്യമായോണം ഉണ്ണും മുത്തേ അറിയുമോ നീ മാവേലി മന്നനെ. ആദ്യമായോണം ഉണ്ണും മുത്തേ അറിയുമോ നീ മാവേലി മന്നനെ. അറിയാമെന്നുള്ള കാർവർണ്ണച്ചിരി കണ്ടാൽ കാക്കത്താരിലൊരായിരം മയിൽപ്പീലി വിടരുന്നു. അറിയാമെന്നുള്ള കാർവർണ്ണച്ചിരി കണ്ടാൽ കാക്കത്താരിലൊരായിരം മയിൽപ്പീലി വിടരുന്നു. ആദ്യമായോണം ഉണ്ണും മുത്തേ. ഇന്ന് പൊന്നിൻ തിരുവോണമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു തിരുവോണ ദിനത്തിൽ നമ്മോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനായിട്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള റവന്യൂ മന്ത്രി കെ രാജൻ ഈ സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. അങ്ങനെ 2025 തിരുവോണ ദിവസത്തിലേക്ക് നാം എത്തി. സമൃദ്ധമായിട്ടുള്ള മലയാളിയുടെ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ തിരുവോണത്തിൻ്റെ മഹനീയമായിട്ടുള്ള ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എല്ലാവർക്കും TCVയിലൂടെ തിരുവോണ ആശംസകൾ അറിയിക്കട്ടെ. ലോകത്തെല്ലായിടത്തും മലയാളിയുണ്ട്, മലയാളി ഉള്ളിടത്തെല്ലാം തിരുവോണവുമുണ്ട്. അതുകൊണ്ട് തിരുവോണം മലയാളി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാർവദേശീയ ആഘോഷമാണ്. കേരളത്തിൽ നമ്മൾ ഇന്ന് തിരുവോണം, നാളെ 2 ഓണം, 3 ഓണം, പുലിക്കളിയുടെ 4 ഓണം, ഇങ്ങനെ ഓണദിനങ്ങളെ കൈമാറുന്നു. പക്ഷെ ലോകത്തെല്ലായിടത്തും 5-ാം തീയതി തന്നെ തിരുവോണം ആഘോഷിക്കുന്നില്ല. എപ്പോഴാണോ അവരെല്ലാവരും സമൃദ്ധമായി സന്തോഷമായി ഒരുമിച്ചിരിക്കാൻ പറ്റുന്നത്, അന്നത്തെ ദിവസമാണ് അവരുടെ തിരുവോണാഘോഷം. ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ട ആഘോഷമാണ് തിരുവോണം. ഏറ്റവും സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു കാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന മാനവികതയുടെ ആഘോഷങ്ങളായി ഇത്തരം ആഘോഷങ്ങൾ മാറേണ്ടതുണ്ട്. 2 കാര്യങ്ങളാണ് ഈ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനം. ഒന്ന്, നമ്മുടെ ആഘോഷങ്ങൾ മതനിരപേക്ഷമാകണം. ഓണാഘോഷത്തിൻ്റെ പുലിക്കളി വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ആഘോഷങ്ങളും മതനിരപേക്ഷ ആഘോഷങ്ങളാണ്. 2, ആഘോഷങ്ങളിൽ മയക്കുമരുന്നും ലഹരിയും ഒഴിവാക്കി ആഘോഷിക്കണം. അതും ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. TCVയോടൊപ്പം എല്ലാ കാഴ്ചക്കാർക്കും എല്ലാ സഹൃദയർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നേരത്തെ ഒരു സംഗീത ആൽബം റിലീസ് ചെയ്തത് നമ്മൾ അറിഞ്ഞു. വീണ്ടും ഈ ഒരു പൊന്നോണ ദിനത്തിൽ ഓണം പശ്ചാത്തലമാക്കിയിട്ട് ഒരുക്കിയിട്ടുള്ള മറ്റൊരു സംഗീത ആൽബം കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതെ, തൃശ്ശൂരിലെ ഒരു കൂട്ടം അധ്യാപകരുടെ കലാകൂട്ടായ്മയായ ഇടമലക്കുടി ക്രിയേഷൻസ് ഓണം പശ്ചാത്തലമാക്കി ഒരുക്കിയ സംഗീത ആൽബം ഓണത്താർ പൊന്നോണപ്പാട്ട് ശ്രദ്ധേയമാകുന്നു. ചാന്താടും തെച്ചിപ്പുനുള്ളി വെള്ളാടും തുമ്പപ്പുനുള്ളി കൊണ്ടേവാ എൻ പൊന്മകനെ. മുത്താരം കുന്നൊന്നു കേറി കാട്ടാറു കടന്നു വന്നെത്തി മുന്നാഴി പൂക്കള് നുള്ളാൻ വാ എൻ മകനെ. വടക്കൻ മലബാറിന്റെ തെയ്യം കൂത്ത് സങ്കല്പങ്ങളിൽ മാവേലിയെ പ്രതിനിധീകരിക്കുന്ന ഓണത്താർ വീട്ടിലെ ഓണവിശേഷങ്ങൾ, കലാരൂപങ്ങൾ, കേരളത്തിന്റെ പ്രകൃതി രമണീയത തുടങ്ങിയവ സമന്വയിപ്പിച്ചാണ് ഓണഗാനാവിഷ്കാരമായി ഒരുക്കിയിരിക്കുന്നത്. മറയൂർ, ഉന്നതികുടി, മൂന്നാർ, തളിപ്പറമ്പ്, മേലൂർ, തൃപ്പൂണിത്തുറ, തൃശൂർ എന്നിവിടങ്ങളിൽ ചിത്രീകരിച്ച ഈ ഗാന ആൽബത്തിൽ ഓണാഘോഷങ്ങളിലെ വൈവിധ്യവും ദൃശ്യമികവും ആസ്വാദകരിലേക്ക് മികച്ച കാഴ്ചാനുഭവമായി സന്നിവേശിക്കപ്പെടുന്നു. ജസ്റ്റിൻ തോമസ് സംവിധാനം ചെയ്ത ഈ സംഗീതാൽബത്തിൽ വിശ്വമിത്രയുടെ വരികൾക്ക് ഈണം നൽകിയത് സംഗീത സംവിധായകൻ ശ്യാം ധർമ്മനാണ്. സുനിൽ പെരുമ്പാവൂറാണ് ആലാപനം. അരുൺകുമാർ അടിമാലി ക്യാമറയും അഭിനന്ദ് എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. പായാരം ചൊല്ലിട്ട് ചെല്ലച്ചെറു കിളി
പാടിവ പൊന്മകളേ ഇല്യോളം മുറ്റത്ത് പൂക്കളിട്ട് നല്ല തുമ്പക്കോടങ്ങൾ കൊണ്ട് പന്തലിട്ട് ഓണം വന്നോണത്താറാടി വന്നേ മേലെ ആന. ഓണൊക്കെയായിട്ട് വിവിധ സ്ഥലങ്ങളിൽ വിവിധ ക്ലബ്ബുകളുടെയോ മറ്റൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് യാത്രകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ KSRTCയുടെ പ്രത്യേക ഓണയാത്രയും നടത്തപ്പെടുന്നുണ്ട്. അതെ, വാഴാനി ഓണം ഫെസ്റ്റിനോടനുബന്ധിച്ച് KSRTCയുടെ പ്രത്യേക സർവീസായ ഓണയാത്രയ്ക്ക് തുടക്കമായി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് MLA സേവ്യർ ചിറ്റിലപ്പള്ളി ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. 10 ദിവസം നിയോജക മണ്ഡലത്തിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബസ് എത്തും. ഉച്ചതിരിഞ്ഞ് തൃശൂരിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് അത്താണി പറമ്പായി വഴി പൂമല ഡാമിലെത്തും. തിരിച്ച് അഞ്ചീറ്റി വഴി ചെപ്പാറ, നായരങ്ങാടി, കുറാഞ്ചേരി, എങ്കക്കാട് വഴി വാഴാനിയിൽ എത്തിച്ചേരും. തുടർന്ന് വടക്കാഞ്ചേരിയിലേക്കും വാഴാനിയിലേക്കും 6 സർവീസുകൾക്ക് ശേഷം രാത്രി 9:30 ബസ് തൃശൂരിലേക്ക് മടക്കയാത്ര നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർപേഴ്സൺ NK പ്രമോദ് കുമാർ, VC സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃശ്ശൂർക്കാർക്ക് പുലിക്കളിയില്ലാതെ എന്ത് ഓണാഘോഷം അല്ലേ? അപ്പോൾ ഇത്തവണ 9 ടീമുകളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നതാണ് മേയർ അറിയിച്ചിട്ടുള്ളത്. ഇത്തവണ പുലിക്കളി കൂടുതൽ കളറാകുമെന്നാണ് മേയർക്ക് പറയാനുള്ളത്. 9 ടീമുകൾ പങ്കെടുക്കുന്ന പുലിക്കളിയുടെ ചമയ പ്രദർശനത്തിനും ഇന്ന് തൃശൂർ ബാനർജി ക്ലബ്ബിൽ തുടക്കമാകുമെന്നും മേയർ അറിയിച്ചു. ഈ പ്രാവശ്യത്തെ നമ്മുടെ പുലിക്കളി കഴിഞ്ഞ 4 വർഷത്തേക്കാൾ ഭംഗിയായി നടത്താനുള്ള സംരംഭമാണ്. കാരണം ഞാൻ വന്ന് 2020 വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 5 ടീമുകളാണ്. ഞാൻ അവരുമായി ഡിസ്കഷൻ വെച്ചപ്പോൾ അവർ പറയുന്നത് സാമ്പത്തികമായി വലിയ പരാധീനത്തിലാണ്, പലവരും നിർത്തിപ്പോയി. ഒപ്പം തന്നെ പലരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അതുപോലെ തന്നെ പുതിയ തലമുറ വരുന്നില്ല എന്നുള്ള വ്യവസ്ഥ കൊണ്ടും അവർ മാറി ചിന്തിച്ച് തുടങ്ങി. പക്ഷേ അവരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ പരമാവധി എന്ത് സഹായം വേണമെങ്കിലും കോർപ്പറേഷൻ ചെയ്യാൻ തയ്യാറാണ്. അതിൻ്റെ ഭാഗമായി 2023 7 ടീമും ഈ പ്രാവശ്യം 9 ടീമാണ് ഇറങ്ങുന്നത്. ഒപ്പം തന്നെ 5 വനിതകളടക്കം ഒരു സെപ്പറേറ്റ് ടീമും ഈ പ്രാവശ്യമുണ്ട്. കാരണം ഇത് അന്യം നിന്ന് പോകരുത്. ഇത് തൃശ്ശൂർക്കാരുടെ മാത്രം ഒരു തനിമയായ ഒരു കലാവിരുന്നാണ്. ഇത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം പുതിയ തലമുറയ്ക്കുമുണ്ട്. അതുകൊണ്ട് കോർപ്പറേഷൻ വളരെ ഏത് തരത്തിലുള്ള സഹായത്തിനും നമ്മൾ തയ്യാറാണ്. ഈ പ്രാവശ്യം തന്നെ നമുക്ക് പുലിക്കളി പൂർത്തീകരിച്ച് വരുമ്പോൾ ഏകദേശം 75 ലക്ഷത്തോളം രൂപ നമുക്ക് ചെലവ് വരുന്നുണ്ട്. എന്നിരുന്നാലും ഇത് തൃശ്ശൂർക്കാരുടെ സ്വന്തമാണ്. ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു തരത്തിലുള്ള നഷ്ടമോ നോക്കാതെ എല്ലാ വർഷവും ഇത് ഗംഭീരമായി നടത്താവുന്ന വിധത്തിലേക്കുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ കൗൺസിൽ എടുത്തിട്ടുള്ളത്. എല്ലാം വളരെ ഉഷാറായി തന്നെയാണ് പോകുന്നത്. എല്ലാത്തിനും കോർപ്പറേഷൻ തയ്യാറാണ്. സെപ്റ്റംബർ 8-ാം തീയതി നാലോണത്തിൻ്റെ അന്ന് സ്വരാജ് റൗണ്ട് നിറയെ പുലികളെ കാണാം. നന്നായി തന്നെ നമ്മൾ 4 മണിക്ക് തന്നെ സമയത്തിന് തന്നെ അത് തുടങ്ങി വയ്ക്കും. മേയർ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേഷന്റെ നല്ലൊരു പിന്തുണ തന്നെയാണ് ഇത്തവണത്തെ പുലിക്കളിക്ക് കാണാനായിട്ട് സാധിക്കാൻ നമുക്ക് മനസ്സിലാക്കാം. എന്താണെങ്കിലും ഇത്തവണത്തെ പുലിക്കളി വളരെയധികം ആഘോഷമാകട്ടെ എന്ന് തന്നെ ആശംസിക്കാം. ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണം വിശേഷാഘോഷമാണ്. ഗുരുവായൂരപ്പന് ഭക്തർ ഓണക്കോടി സമർപ്പിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ക്ഷേത്രത്തിലെത്തുന്ന 10,000-ഓളം ഭക്തർക്ക് ദേവസ്വം വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകും. വിശേഷാൽ കാഴ്ച ശീവേലിയും തിരുവോണ വിളക്കും ഗുരുവായൂരിലെ ഓണത്തിന്റെ സവിശേഷതയാണ്.
നാടും നഗരവും ഓണാഘോഷ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ നിന്നുള്ള വിശേഷങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഈ സമയം സുബൈർ നൽകാനായിട്ട് പോകുന്നത്. റിയ, ആദ്യമായി റിയക്കും PCBയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ്. തിരുവോണനാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്രാടനാളായ ഇന്നലെ മുതൽ തന്നെ ക്ഷേത്രയുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് 1 മണിക്കൂർ ദർശന സമയം വർദ്ധിപ്പിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചിരുന്നു. പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ചശീവേലിയും മേളവും ഓണപ്പുടവ സമർപ്പണവുമാണ് ക്ഷേത്രത്തിലെ തിരുവോണനാളിലെ പ്രത്യേകത. പുലർച്ചെ 4:30 ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളിയായി. തിരുവോണ സദ്യയാണ് മറ്റൊരു പ്രത്യേകത. 10,000-ഓളം പേർക്കുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. ഉത്രാടനാളിൽ ഭഗവാന് കാഴ്ചക്കുലയായി ലഭിച്ച പഴം ഉപയോഗിച്ച് തയ്യാറാക്കിയ പഴപ്രധാന അടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 9 മണിയോടെ സദ്യ ആരംഭിക്കും. അതിനുള്ള വരി നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. കൊമ്പൻ ഇന്ദ്രസൻ രാവിലെ കാഴ്ചശീവേലിക്ക് കോലമേറ്റി. ചൊവ്വല്ലൂർ മോഹനവാര്യരുടെ നേതൃത്വത്തിലുള്ള മേളവും അകമ്പടിയായി. ഉച്ചതിരിഞ്ഞും രാത്രിയിലും കാഴ്ചശീവേലി നടക്കും. രാത്രിയിൽ തിരുവോണവിളക്കും ഉണ്ടാകും. ഏകദേശം 24 ലക്ഷം രൂപയോളമാണ് ഓണാഘോഷങ്ങൾക്കായി ദേവസ്വം നീക്കിവെച്ചിരിക്കുന്നത്. റിയ. സുബൈറാണ് ഗുരുഭവനപുരിയിലെ ക്ഷേത്ര നഗരിയിലെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചത്. എന്താണെങ്കിലും ഇത്തവണ ഓണം വളരെയധികം ആഘോഷമാണ്. നമ്മൾ കേട്ട പോലെ തന്നെ 10,000-ഓളം പേർക്കാണ് വിഭവസമൃദ്ധമായിട്ടുള്ള ഓണസദ്യയും ഒരുക്കിയിട്ടുള്ളത്. നെല്ലങ്കര സ്പോർട്സ് ക്ലബിന്റെ 40ാമത് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി പൂക്കള മത്സരം സംഘടിപ്പിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. ഇന്ന് വൈകിട്ട് 5 മുതൽ നെല്ലങ്കര NSS വനിതാ സമാജത്തിന്റെ തിരുവാതിര കളി അരങ്ങേറും. മന്ത്രി K. രാജൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 5 ദിവസം നീണ്ടുനിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഞായറാഴ്ച സമാപിക്കും. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ CPO സന്ദീപ് നിലവിൽ ജോലി ചെയ്യുന്ന മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ്, DCC ജനറൽ സെക്രട്ടറി ജൈജു സെബാസ്റ്റ്യൻ, TM രാജീവ്, യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈജു കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച CPO സജീഷിന്റെ മാടക്കത്രയിലുള്ള വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. മാർച്ച് വീടിന് സമീപം പോലീസ് തടഞ്ഞു. വീടിന്റെ മതിലിൽ വാണ്ടൻ പോസ്റ്റർ ഒട്ടിക്കാനുള്ള പ്രവർത്തകരുടെ നീക്കം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വീടിന് സമീപത്തെ വൈദ്യുതി പോസ്റ്റിലാണ് പോസ്റ്റർ ഒട്ടിച്ചത്. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദിന്റെ നേതൃത്വത്തിൽ 10ഓളം പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതികളായ പോലീസുകാർക്ക് പോലീസ് സേനയിൽ തുടരാൻ യാതൊരു യോഗ്യതയുമില്ല.
പ്രതികളായ പോലീസുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത്. പോലീസ് കേസ് അന്വേഷിച്ചത് ഭാഗികമായാണ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. CCTVകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. പിന്നീട് കള്ളക്കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് പോലീസ് ചെയ്തത്. പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനത്തിനെതിരെ സുജിത്ത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. പരാതിയിൽ സത്യസന്ധമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാർ സ്വീകരിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രതികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കോടതി, മജിസ്ട്രേറ്റ് കോടതി ഈ പ്രതികൾ കുറ്റക്കാരാണ്, പ്രഥമ ദൃഷ്ടിയാണ് അവരുടെ പേരിലുള്ള കുറ്റം നിൽക്കുന്നതാണ് എന്ന് കണ്ടിട്ടാണ് കോടതി പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റ സംഭവത്തിൽ കേസ് പിൻവലിക്കാൻ പോലീസ് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി മർദ്ദനമേറ്റ പ്രവർത്തകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനാണ് 2023 ഏപ്രിൽ 5 ക്രൂരമായി മർദ്ദനമേറ്റത്. കുന്നംകുളം പോലീസ് SI ന്യൂമാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിനിരയാക്കിയത്. സുജിത്തിനെ പോലീസ് സംഘം മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സംഭവം വീണ്ടും വിവാദമായിരിക്കുകയാണ്. പുണ്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ 1500ാം ജന്മദിനം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നത്. നബിദിനത്തിന്റെ ഭാഗമായി സുബ്ഹി നമസ്കാരത്തിന് ശേഷം മൗലീദ് പാരായണം നടന്നു. ജില്ലയിലുടനീളം നബിദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മദ്രസകൾ കേന്ദ്രീകരിച്ച് പതാക ഉയർത്തലും കുട്ടികളുടെ നബിദിന റാലിയും നടക്കും. ദഫുമുട്ട്, സ്കൌട്ട്, അറബനമുട്ട്, കോൽക്കളി, മദ്ഹ് ഗാനങ്ങൾ എന്നിവ റാലിക്ക് കൊഴുപ്പേകും. നബിദിനത്തോടനുബന്ധിച്ച് ഭക്ഷണ വിതരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. أكبر الله أكبر لا إله إلا الله 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 അസ്തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊല്ലി മുസ്തഫാ നബി തങ്ങളെ സ്തുതി ഇതാ പാടുന്നേ. വിശ്രുത ഉലകത്തിൽ റഹ്മത്തയുദിച്ച് വിശ്രുത നിയാമത്തിൻ വഴിവിട്ട് വിതച്ച് വിശ്രുത ഉലകത്തിൽ റഹ്മത്തയുദിച്ച് വിശ്രുത നിയാമത്തിൻ വഴിവിട്ട് വിതച്ച് വിശ്രുതിമായ വഴി തമ്മിൽ നമ്പി നയിച്ച് കെട്ടിപ്പാടും പരിവിധാനം വിസ്മിയും ഹംദും സ്വലാത്തും സലാമോദും വിസ്മയിക്കും അസ്തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊന്നേ മുസ്തഫാ നബി തങ്ങളെ സ്തുതി ഇതാ പാടുന്നേ. വിസ്മിയും ഹംദും സ്വലാത്തും സലാമോദും വിസ്മയിക്കും അസ്തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊന്നേ. മനുഷ്യത്വത്തിന്റെ മൂല്യം ഉയർത്തിപ്പിടിച്ച ജനനേതാവായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബിയെന്നും മനുഷ്യസ്നേഹത്തിന്റെ വിവിധ വഴികൾ തുറന്നു തന്ന പ്രവാചകൻ സർവ്വ ജീവജാലങ്ങളോടും കരുണ കാണിക്കണമെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നുവെന്നും പന്നിത്തട മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകനൂർ നബിദിന സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിന ദിവസമാണ് നമ്മിലേക്ക് അടുത്തു വന്നിട്ടുള്ളത്. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യം ഉയർത്തിപ്പിടിച്ചവരായിരുന്നു പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സാമൂഹ്യ പരിഷ്കർത്താവ് എന്നർത്ഥത്തിലും മനുഷ്യസ്നേഹത്തിൻ്റെ വിവിധ വഴികൾ തുറന്നു തന്നവർ എന്ന രീതിയിലും
മനുഷ്യേതര ജീവികളിലേക്ക് പോലും കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴി തുറന്നവരാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ മൂല്യങ്ങളെ ചർച്ച ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ ജന്മദിനം വിപുലമായി ആചരിച്ചു വരികയാണ്, ആഘോഷിച്ചു വരികയാണ്. ലോകത്തിന് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്വസ്ഥതയുടെയും കാരുണ്യത്തിൻ്റെയും വഴി തുറന്നു കൊടുത്തവരാണ് പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അനാഥ മക്കളോട് അവർക്ക് സനാതത്വത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്ത് അവരെ കൈപ്പിടിച്ചുയർത്താൻ മുന്നോട്ട് വന്നവരാണ്. മിണ്ടാപ്രാണികളോട് പോലും കാരുണ്യത്തോടെ വർത്തിച്ചവരായിരുന്നു. ഉറുമ്പിൻ കൂട്ടങ്ങളെ കരിച്ചു കളയുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ഇത് സട്ടാവായ തമ്പുരാൻ ഇഷ്ടപ്പെടുകയില്ല, നീ ഉറുമ്പിൻ കൂട്ടങ്ങളോട് കരുണ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു പ്രാക്കുഞ്ഞിനെ സമ്മാനമായി അനുചരന്മാർ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഈ പ്രാക്കുഞ്ഞിനെ അതിൻ്റെ തള്ളയുടെ അകിട്ടിലേക്ക് തിരിച്ചു കൊണ്ടേൽപ്പിക്കലാണ് എൻ്റെ മനസ്സിന് സമാധാനം. കാരണം ആ പ്രാക്കുഞ്ഞിൻ്റെ തള്ള കുഞ്ഞിനെ അന്വേഷിച്ച് അത്രമേൽ കഷ്ടപ്പെട്ട് നടക്കുന്നുണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരിലേക്കും കാരുണ്യത്തിൻ്റെ വഴി തുറന്നു കൊടുത്തവരായിരുന്നു. അയൽവീട്ടുകാരൻ അവൻ ആരാണെങ്കിലും, അവൻ മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും, ഹൈന്ദവരോ ക്രൈസ്തവരോ ഏത് വിഭാഗമായ ആളുകളാണെങ്കിലും അവരിലേക്ക് സ്നേഹത്തോടെ വർത്തിക്കണമെന്നും തൻ്റെ വീട്ടിൽ നല്ല ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അത് അടുത്ത വീട്ടിലുള്ളവർക്ക് കൂടി കൊടുക്കണം, അത് അവരോടുള്ള കടപ്പാടാണ് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിന്മേൽ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമായ വിവരങ്ങൾ നൽകാതെ ഒളിച്ചുകളി തുടരുകയാണെന്ന് സിപിഐ നേതാക്കൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരല്ലാത്ത ആളുകളെ അനധികൃതമായി വോട്ടർമാരാക്കി വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടത്തിയതായി ഇതിനോടകം തെളിവുകൾ സഹിതം വിവരങ്ങൾ പുറത്തുവന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി സിപിഐ തൃശൂർ മണ്ഡലം സെക്രട്ടറിയും LDF ഇലക്ഷൻ കമ്മിറ്റിയുടെ മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് KB സുമേഷ് നൽകിയ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിന്മേൽ ലഭ്യമായ മറുപടി സംശയകരമാണെന്നും സിപിഐ നേതാക്കൾ പറഞ്ഞു. 2024 നടന്ന ലോക്സഭാ ഇലക്ഷന്റെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ചട്ടവിരുദ്ധമായി, ജനപ്രാതിനിധ്യ നിയമത്തിന് ഘടകവിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷന്റെ അറിവോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ്. അവിടെ ഞങ്ങൾ ഈ ബില്ല് ആവശ്യപ്പെടുന്നത് ആ വോട്ടർ പട്ടിക റദ്ദാക്കണം എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മുഖമായി പ്രവർത്തിക്കേണ്ട ബൂത്ത് ലെവൽ ഓഫീസർമാർ അവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരുന്നതാണോ അതല്ല ഇലക്ഷൻ കമ്മീഷന്റെ അറിവോട് കൂടിയിട്ടാണോ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? ഞങ്ങൾ ആലോചിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ അറിവോട് കൂടിയിട്ടാണ് ഈ ഇരട്ട വോട്ടുകൾ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലത്തിൽ വ്യാപകമായി ചേർക്കപ്പെടുന്നത്. ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് BJP നേതാക്കൾ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുമ്പോ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായി തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ പറയുന്നത് ഈ വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കേണ്ട ആളുകൾക്കെതിരെ കേസെടുക്കണം. ഇത് ഇനിയിപ്പോ ഈ പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ ഞങ്ങൾക്ക് 3 ആൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നോട്ടീസ് അയക്കാനും അത് നേരിടുന്നത്. പക്ഷേ നോട്ടീസ് അയക്കേണ്ടവർക്ക് നോട്ടീസ് അയക്കാനും കേസെടുക്കേണ്ടവർക്ക് കേസെടുക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവേണ്ടതാണ് ഞാൻ പറയുന്നത്. 2024 സ്ഥിരതാമസക്കാർ എന്ന വ്യാജേന തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്ത BJPക്കാരുടെ വോട്ടുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ റോളിൽ കാണുന്നില്ലെന്നും CPI നേതാക്കൾ ചൂണ്ടിക്കാട്ടി. 1950 ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും ചട്ടങ്ങളും പ്രകാരമല്ലാതെ തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയാണ് 2024 തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ്. ആയതിനാൽ പ്രസ്തുത വോട്ടർ പട്ടിക അസ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും CPI നേതാക്കൾ ആവശ്യപ്പെട്ടു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ, CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. നാലോണ നാളിൽ തൃശൂരിൽ പുലിയിറക്കം. പുലിമടകളിലെ പുലിയൊരുക്കം മുതൽ മുഴുവൻ ചടങ്ങുകളും TCVയിൽ തത്സമയം. സെപ്റ്റംബർ 8 രാവിലെ 9 മുതൽ. ഓണാഘോഷ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. പൊന്നോണ കാഴ്ചകൾ മങ്ങാതെ കാണാം. വാർത്തകൾ തുടരുന്നു. പണം കൊടുക്കാത്തതിന് കത്തിവീശി ആക്രമിക്കാൻ ശ്രമിച്ച കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിൽ. എടത്തിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ ജിനേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പുളിഞ്ചോട് സെന്ററിൽ വെച്ച് എടത്തിരുത്തി മേപ്പുറം സ്വദേശി പറശ്ശേരി വീട്ടിൽ വിനീതിനോട് പണം ആവശ്യപ്പെടുകയും കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്തിൽ അസഭ്യം പറയുകയും കത്തിയെടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം 12 ദേശീയപാതയിൽ സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചാവക്കാട് കടപ്പുറം സ്വദേശിയും എടമുട്ടത്ത് താമസക്കാരനുമായ അറക്കൽ വീട്ടിൽ റഷീദിന്റെ മകൻ 25 വയസ്സുള്ള മുഹമ്മദ് അനസാണ് മരിച്ചത്. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന വലിയപ്പറമ്പിൽ ബസ്സും എതിരെ വന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. ബസ് ബൈക്കിലിടിച്ച ശേഷം ഡിവൈഡറിൽ ഇടിച്ചാണ് നിന്നത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഓണാവധിക്ക് നാട്ടിലേക്ക് പോവുകയായിരുന്ന ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ ശങ്കറിന്റെ വാഹനത്തിൽ നിന്നും 7 കുപ്പി വിദേശ മദ്യവും 50,640 രൂപയും തൃശൂർ വിജിലൻസ് സംഘം മിന്നൽ പരിശോധനയിൽ പിടികൂടി. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറുടെ പരിധിയിലുള്ള ബാർ, ബീവറേജ് എന്നിവിടങ്ങളിൽ നിന്നും കൈക്കൂലിയായി മദ്യവും പണവും വാങ്ങുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. വിജിലൻസ് ഡിവൈഎസ്പി ജിം പോൾ, ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ, സിപിഒമാരായ വിബീഷ്, സിബിൻ, സെൽവകുമാർ, സൈജു സോമൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മിന്നൽ പരിശോധന. ശങ്കറിനെയും 2 സുഹൃത്തുക്കളെയും പിന്നീട് വിട്ടയച്ചു. ഓൺലൈനിൽ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട ഉളക്കാട് ആസാദ് റോഡ് സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ സലീഷിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി ചന്ദന വീട്ടിൽ ഡാച്ചുവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ഷിപ്പ് ഹീറോ എന്ന കമ്പനിയിൽ പാർട്ട് ടൈം ജോലി നൽകാമെന്ന് പറഞ്ഞ് 8,67,740 രൂപ കമ്പനിയുടെ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അയച്ചു വാങ്ങിയായിരുന്നു തട്ടിപ്പ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചേലക്കരയിൽ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച പ്രതിയെ പോലീസ് പിടികൂടി. പട്ടിക്കാട് സ്വദേശി വിപിനാണ് അറസ്റ്റിലായത്. ചേലക്കര പങ്ങാരപ്പള്ളി തോട്ടുപാലം സ്വദേശി ഉരമ്പത്ത് വീട്ടിൽ ഷിബിന്റെ 20,000 രൂപ വില വരുന്ന റബ്ബർ ഷീറ്റുകളാണ് മോഷ്ടിച്ചത്. SHO കെ സതീഷ്, SIമാരായ അരുൺകുമാർ, അബ്ദുൾ സലീം തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CSB ബാങ്ക് സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പട്ടിണി സമരം നടത്തി. CSB ബാങ്ക് വിൽപ്പനയിലെ ഗൂഢാലോചനകളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും ഉന്നതതല അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടാണ് ജീവനക്കാരും കുടുംബാംഗങ്ങളും ചേർന്ന് പട്ടിണി സമരം സംഘടിപ്പിച്ചത്. ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ UP ജോസഫ്, KP രാജേന്ദ്രൻ, സുന്ദരൻ കുന്നത്തുള്ളി, T നരേന്ദ്രൻ, SS അനിൽ, N സനിൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ ക്യാൻസർ രോഗികൾക്കുള്ള സഹായധനം വിതരണം ചെയ്തു. ഡി സ്ക്വയർ വില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠത്തിൽ നടന്ന ചടങ്ങിൽ വിഷ്ണുമായ മഠം ചാരിറ്റബിൾ ട്രസ്റ്റ് ക്യാൻസർ രോഗികളായ 30 പേർക്ക് 5,001 രൂപ വീതം 1,50,000 രൂപ വിതരണം ചെയ്തു.
ധനസഹായ വിതരണ ചടങ്ങ് മഠാധിപതി ഷെറിൻ പൊയ്യാറ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മഠാധിപതി ഷെറിൻ പൊയ്യാറയുടെ സഹധർമ്മിണി രമ്യ ഷെറിൻ, മകൾ നക്ഷത്ര ഷെറിൻ, മകൻ സൂര്യതേജസ് ഷെറിൻ, വിശിഷ്ടാതിഥികളായി രവി തളവരി, വിനോദ് തീയം എന്നിവരും ധനസഹായ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നൂതനമായ ഹൈടെക് സൗകര്യങ്ങളോടൊപ്പം ഹൈജീനിക് ഫെസിലിറ്റികളും ഉറപ്പു നൽകുന്ന ഏറ്റവും വലിയ സലൂൺ ചെയിനായ ട്യൂലിപ്സ് തൃശൂർ സിറ്റി സെന്ററിൽ വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷവേളകളുടെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത 20 പേർക്ക് 5000 രൂപ വെച്ച് ഓണസമ്മാനമായി നൽകി. ടുലിപ്സ് മാനേജ്മെന്റ് അംഗങ്ങളും സ്റ്റാഫുകളും സംയുക്തമായി ഒരുക്കിയ പൂക്കള മത്സരവും ഓണാഘോഷ പരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. ഷിബു ടുലിപ്സ്, മാളവിക ശിവകുമാർ, അനന്തു ചന്ദ്രൻ, ജനറൽ മാനേജർ GR രഹന, മാനേജർ മോവിത, സബിത എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി എല്ലാവർക്കും ഷിബു ടുലിപ്സിന്റെ സാന്നിധ്യത്തിൽ ഫെസ്റ്റിവൽ അലവൻസ് നൽകി. ഓണം പ്രമാണിച്ച് പ്രത്യേക ഓഫറുകൾ, ആകർഷകമായ ഡിസ്കൗണ്ട് എന്നിവ ഏറ്റവും മികച്ച പ്രോഡക്റ്റുകളിലും സർവീസുകളിലും ടുലിപ്സ് ഒരുക്കിയിരിക്കുന്നു. ടുലിപ്സിൽ ഗ്രൂം മേക്കപ്പ് 3999 രൂപയ്ക്കും ബ്രൈഡൽ മേക്കപ്പ് 7999 രൂപ ഓഫർ പ്രൈസിലും ചെയ്തു കൊടുക്കുന്നു. 1800 വെല്ല ഹെയർ സ്പാ വെറും 999 രൂപയ്ക്ക് നൽകുന്നു. സുകുമാരീസിന്റെ ഗ്ലോ വൈറ്റ് ഫേഷ്യലും ബയോ വൈറ്റനിങ് ഫേഷ്യലും 40% ഓഫർ പ്രൈസിൽ ചെയ്തു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 7736 408363 9744 524363. അയ്യന്തോൾ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പൂക്കളമിടൽ, ഓണസദ്യ എന്നിവയ്ക്ക് ശേഷം ആശുപത്രി ഹാളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ജീവനക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തിരുവാതിരക്കളി, ഗ്രൂപ്പ് ഡാൻസ്, ഗാനാലാപനം, നാടൻ പാട്ട് തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ച് ജീവനക്കാരും മാനേജ്മെന്റ് അംഗങ്ങളും ഓണാഘോഷത്തിന്റെ ആഹ്ലാദം നെഞ്ചേറ്റി. ഓണത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ കണ്ണട ഒഴിവാക്കാനുള്ള ലാസിക് പരിശോധന സൗജന്യമാണ്. 1500 രൂപ വില വരുന്ന ലാസിക് മൂല്യനിർണ്ണയവും സ്കാനിങ്ങും സൗജന്യമാണ്. പ്രമേഹ രോഗികൾക്ക് സൗജന്യ കൺസൾട്ടേഷനും ഒരുക്കിയിട്ടുണ്ട്. അമ്പാടി സ്കാൻ MD ഡോക്ടർ അമ്പാടി രാമകൃഷ്ണൻ, ഡോക്ടർ റാണി മേനോൻ, മാനേജിംഗ് ഡയറക്ടർ പാർവതി R മേനോൻ, ജനറൽ മാനേജർ അജിത് കുമാർ, സെന്റർ മാനേജർ മനീത സുജിത്, മാർക്കറ്റിംഗ് മാനേജർ ചിഞ്ചു സുധീഷ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. അപ്പോയിന്റ്മെന്റിന് 9846878222 9207758916. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് പൊന്നിൻ തിരുവോണം. പായസത്തിന്റെ മധുരവും പൂവിളികളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി വിരുന്നെത്തി. നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളി കൂടുതൽ കളറാകുമെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ്. 9 ടീമുകൾ പങ്കെടുക്കുന്ന പുലിക്കളിയുടെ ചമയ പ്രദർശനത്തിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക്. ക്ഷേത്രത്തിലെത്തുന്ന 10,000-ഓളം ഭക്തർക്ക് ദിവസം വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകും. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേസ് പിൻവലിക്കാൻ പോലീസ് 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശവുമായി ഇന്ന് നബിദിനം. നബിദിനത്തോടനുബന്ധിച്ച് വിവിധ മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ഘോഷയാത്രകൾ നടക്കും. വോട്ടർ പട്ടിക ക്രമക്കേട് ആക്ഷേപങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
ഒളിച്ചുകളി നടത്തുന്നതായി CPI. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.